പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി മുന്തിരിച്ചക്കനടുക്കലിരുന്ന് ഗോതമ്പ് വിതച്ചതായിരിക്കുന്ന ഗിദെയോനെ നോക്കി യഹോവയുടെ ദൂതൻ പറഞ്ഞത്, ഈ ബലത്തോടെ പോക, യഹോവ നിന്നോട് കൂടെയുണ്ട്. മിദ്യാന്യരുടെ കയ്യിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ഗിദെയോനെ കുറിച്ചും തന്റെ ജീവിത യാത്രകളെ കുറിച്ചും ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന മുഖങ്ങൾ എല്ലാം നമ്മൾ വളരെ സവിസ്തരമായി അല്പമായിരിക്കുന്ന ചിന്തകളിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇപ്രകാരമായിരിക്കണം: വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ഈ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മള്. നല്ല പാട്ടുകളൊക്കെ പാടും. വിശ്വാസ ജീവിത പടകിൽ ഞാൻ, സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ, വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രാമദേശത്ത് പോകുന്നു ഞാൻ. ഇതൊരു പ്രത്യാശയുടെ വരികളാണ്. തളർന്നു പോകുന്ന വേളകളിൽ, ക്ഷീണിച്ചു പോകുന്ന അനുഭവത്തിൽ, ആശ്രയം ആരുമില്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന അവസ്ഥകളിൽ നാം പ്രാപിച്ചതായിരിക്കുന്ന വിശ്വാസത്തിന്റെ ആത്മനിറവിൽ നമ്മുടെ ചിന്തകളെ ഒരുമിപ്പിച്ചുകൊണ്ട്, നമ്മുടെ ആലോചനകളെ പരിപോഷിപ്പിച്ചുകൊണ്ട്, ആത്മാവിൽ ബലം പ്രാപിച്ചുകൊണ്ട് നമ്മൾ പാടുന്ന പാട്ടാണ് വിശ്വാസത്താൽ. കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ എൻ്റെ സ്വന്തം വീട്ടിൽ, എൻ്റെ സ്വന്തം ദേശത്ത് പിതാവിനോടൊന്നിച്ച് കൂടെ വസിക്കുന്ന ഒരു കാലമുണ്ട്. ഇവിടെയുള്ള കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തീർന്ന് നിത്യമായിരിക്കുന്ന ഒരു വാസം, യോഗ്യമായിരിക്കുന്ന അവസ്ഥയിൽ പിതാവിനോട് ചേർന്നുള്ള ആ സന്തോഷ ദിനത്തെ ഓർത്തുകൊണ്ട് നാം പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. ഈ പ്രത്യാശയാണ് ഓരോ വിശ്വാസിയെയും നിലനിർത്തുന്നത്. ഈ പ്രത്യാശയാണ് ഓരോ വിശ്വാസികളെയും ശക്തീകരിക്കുന്നത്. ഈ വിശ്വാസമാണ് ഓരോ കരടികളും വെക്കുവാൻ ദൈവം പ്രത്യാശ നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് കടന്നു പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, വാടിയ മുഖം ആകാൻ പാടില്ല. തിളക്കമുള്ള മുഖമായിരിക്കണം, ശോഭയുള്ള മുഖമായിരിക്കണം, പ്രകാശം പരത്തുന്ന മുഖം ആയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിൽ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമുക്ക് മുൻപോട്ട് കടന്നു പോകാൻ. തളർച്ചയുണ്ടാകാം, വീഴ്ചകളുണ്ടാകാം, നിരാശപ്പെടുന്ന അവസ്ഥകളുണ്ടാകാം, പെട്ടെന്ന് നമ്മെ ഭാരപ്പെടുത്തുന്ന അവസ്ഥകളുണ്ടാകാം, ആരും നമ്മെ സഹായിപ്പാനില്ലാത്ത അവസ്ഥയുണ്ടാകാം, ആരും നമ്മളെ അടുക്കലേക്ക് വരാനില്ലാത്ത അവസ്ഥയുണ്ടാകാം. പക്ഷേ നമ്മൾ തളർന്നു പോകുവാൻ പാടില്ല. അവിടെയൊക്കെ നമ്മൾ വിജയകരമായ ജീവിതത്തിന്റെ നല്ല ദർശനമുള്ളവരായി, നല്ല കാഴ്ചപ്പാടുള്ളവരായി നാം മുൻപോട്ട് കടന്നു പോകുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ഇടയായി തീരുന്നത്. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഒരു തിരുവചന ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതിനാധാരമായി 73 സങ്കീർത്തനം, 73 സങ്കീർത്തനം അതിന്റെ 28 വാക്യമാണ്. 28 വാക്യമാണ്. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതം ആക്കിയിരിക്കുന്നു. ഇവിടെ വായിച്ചതായിരിക്കുന്ന വേദഭാഗം ആസാഫിന്റെ സങ്കീർത്തനമാണ്. ആസാഫ് പറയുന്നത് ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലതാണ്. ഒരു വിശ്വാസി എങ്ങനെ ഇരിക്കണം, എവിടെ ഇരിക്കണം, ഒരു വിശ്വാസിയുടെ ഇരിപ്പ് എങ്ങനെയായിരിക്കണം,
അത് സംബന്ധിച്ചുള്ളതായ 5 ഇരിപ്പുകളെ കുറിച്ച് പറയാനാണ് ആഗ്രഹം. സമയത്തിന്റെ പരിധികൾ നമ്മുടെ മുൻപിലുള്ളത് കൊണ്ട് ഒരു വിശ്വാസ ജീവിതത്തിൽ പോകുന്ന, വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഈ മനോഹരമായിരിക്കുന്ന ഈ യാത്രകളിൽ നാം വിശ്വാസികൾ എന്ന അഭിമാനം പറയുന്നവരും വിശ്വാസത്താൽ ജീവിതം നയിക്കപ്പെടുന്നവരും നമ്മൾ പ്രാർത്ഥിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ശുശ്രൂഷിക്കുന്നവരും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അതുപോലെ വിശ്വാസ ജീവിതം നയിക്കുന്ന വേർപെട്ട ഒരു വിഭാഗം ആളുകൾ, അവരാരുമാകട്ടെ, അവരെങ്ങനെയായിരിക്കണമെന്ന് ആ സഭ പറയുകയാണ്. എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി? എങ്ങനെയായിരിക്കണം? ഒന്ന്, ദൈവത്തോട് അടുത്തിരിക്കുക. അതാണ്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലതാണ്. ഇവിടെ പറയുന്നത് അടുത്തിരിക്കണം എന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞകാല ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർ പലപ്പോഴും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്ന വേളകളിൽ അവർ കൂടുതലും പ്രാർത്ഥനയോടെ അടുത്ത് വന്നവരാണ്. ഒരിക്കൽ പത്രോസ് യേശുവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നമുക്കിവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് ഞാൻ അറിയുന്നു. യേശു കർത്താവ് ചോദിച്ചു, എന്താണ്? കാരണം 3 കുടിലുണ്ടാക്കി വേണം നമുക്കിവിടെ ഇരിക്കാൻ. എന്തിനാണ് 3 കുടിൽ? ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. 3 കുടിലുണ്ടാക്കി നമ്മൾ ഇവിടെ ഇരിക്കാം. കാരണം ഇവിടെ ദൈവ സാന്നിധ്യം ഉള്ള സ്ഥലമെന്ന് ഞാൻ അറിയുന്നു. മോശയും ഏലിയാവും അവരൊക്കെ വർഷങ്ങൾക്ക് മുൻപേ മൺമറഞ്ഞവരാണ്. അവരെ മോശയോ ഏലിയാവിനെയോ പത്രോസ് കണ്ടിട്ടില്ല. എന്നാൽ അന്ന് രാത്രിയിൽ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മലയിൽ യേശുവുമായി സംസാരിച്ചത് പത്രോസ് കാണുന്നത് മോശയും ഏലിയാവുമാകുന്നു എന്ന് മനസ്സിലായി. അപ്പോഴാണ് ഈ കാര്യം പറയുന്നത്, നമുക്കിവിടെ ഇരിക്കാം. അപ്പോൾ കർത്താവ് തന്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസിനോട് പറഞ്ഞത്, സ്വർഗത്തിലെ ദൈവം നിനക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. മാനുഷികമായ കണ്ണുകൾ കൊണ്ടോ മാനുഷികമായ ബുദ്ധി കൊണ്ടോ മാനുഷികമായ ചിന്തകൾ കൊണ്ടോ അപ്പുറത്ത് ദൈവം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ, എത്രയോ വർഷങ്ങൾ കടന്നുപോയ ഒരു കാലഘട്ടം വായിച്ചുള്ള അറിവുകൾ മാത്രം, പ്രസംഗത്തിലൂടെ കേട്ടുള്ള അറിവുകൾ മാത്രം, ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെയും കാണുവാൻ കഴിയാത്ത ആ വ്യക്തികളെ ആത്മാ ദർശനത്തിലൂടെ തന്റെ അകക്കണ്ണുകൾ കൊണ്ട് ആ ദർശനം കാണുകയാണ്. കൂടെയുള്ളതായ വ്യക്തികൾക്ക് കാണുവാൻ കഴിയാത്ത, കൂടെയുള്ള ശിഷ്യന്മാർക്ക് വെളിപ്പെടാൻ കഴിയാത്ത ഒരു കാഴ്ചപ്പാട് തനിക്ക് ലഭിക്കപ്പെടുകയാണ്. അപ്പോൾ കർത്താവിനോട് കൂടെ ഇരുന്നാൽ എത്രയോ വർഷങ്ങളായിരുന്നാലും, മൺമറഞ്ഞു പോയാലും, ഭൂതലത്തിന്റെ അടിയിൽ കിടക്കുന്നതാണെങ്കിലും, പ്രപഞ്ച ശക്തിയിൽ അടങ്ങിയതാണെങ്കിലും, സമുദ്രത്തിന്റെ ആഴത്തിലാണെങ്കിലും അത് വെളിപ്പെടുക തന്നെ ചെയ്യും. കാരണം അതിനുള്ള ജ്ഞാന ദൃഷ്ടി ദൈവം തന്റെ ഭക്തന്മാർക്ക് കൊടുക്കും. അത് ലഭിക്കപ്പെടണമെങ്കിൽ ചേർന്നിരിക്കണം. അതാണ് ആസാവ് പറഞ്ഞത്, നിന്നോടടുത്തിരിക്കുന്ന എനിക്കേറെ നല്ലതാണ് നിന്റെ നാമത്തെ വർണ്ണിക്കുവാൻ, അതിനെ ഉയർത്തുവാൻ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ യേശു കർത്താവ് മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ വരുമ്പോൾ അവർ പെട്ടെന്ന് മാർത്ത അടുക്കളയിൽ പോയി വലിയ തിരക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, വലിയ രുചികരമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഗുരു, ഞാൻ തനിച്ച് ഇവിടെ പാചകം ചെയ്യുകയാണ്, അതുകൊണ്ട് മറിയ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്, അതുകൊണ്ട് അവളെ കൂടെ പറഞ്ഞയക്കണമേ. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, അവൾ ഇരുന്നത് നഷ്ടമായില്ല, അവൾ നല്ല അംശം തെരഞ്ഞെടുത്തു. നല്ലതിനെ അവൾ മുറുകെ പിടിച്ചു, നല്ലതിനെ അവൾ സ്വന്തമാക്കി.
അവൻ്റെ ചേർന്നിരുന്നാൽ ചിലതൊക്കെ സ്വന്തമാക്കാം, ചിലതൊക്കെ പ്രാപിക്കാം, ചിലതൊക്കെ കണ്ടെത്താം. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നമുക്കൊന്ന് ചേർന്നിരിക്കാം. യേശു പറഞ്ഞത്, എൻ്റെ നാമത്തിൽ 2 3 പേർ കൂടി വരുമ്പോൾ ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട് എന്നാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോട് നമുക്ക് അടുത്ത് വരാം. ഇനിയും 4 ഇരിപ്പുകളെ കുറിച്ച് പറയാൻ ആഗ്രഹമുണ്ട്. സമയത്തിന്റെ പരിധികൾ കൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. ആസാവ് പറഞ്ഞു, അടുത്തിരിക്കുന്നത് നല്ലത്. ആസാവ് പറയാൻ കാരണം, ആസാവ് നല്ലൊരു ഗായകനായിരുന്നു, ദേവാലയത്തിലെ ശുശ്രൂഷയിൽ സഹായിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ഒരു ദിവസം താൻ നോക്കിയപ്പോൾ മറ്റുള്ളവരൊക്കെ വലിയ നിലയിലെത്തിയിരിക്കുന്നു, ഞാൻ മാത്രം വളരെ ക്ഷീണിതനായിരിക്കുന്നു. അപ്പോൾ തനിക്ക് അസൂയ തോന്നി. അപ്പോൾ ദൈവം തനിക്കൊരു ദർശനം കാണിച്ചു. അപ്പോൾ പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം ഉറപ്പുള്ള സ്ഥലമാണ്, വഴുക്കലില്ല, നിലനിൽക്കും. അതുകൊണ്ട് നമുക്ക് നിൽക്കാം, ബലപ്പെടാം, ശക്തി പ്രാപിക്കാം, ചേർന്നിരിക്കാം, നമുക്കും ചിലതൊക്കെ പ്രാപിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി കേൾക്കപ്പെടുന്ന വചനങ്ങൾ ഓരോ ഹൃദയങ്ങളിലും ആഴമായി പതിഞ്ഞു ദൈവാശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണം. ആസാവ് ചേർന്നിരുന്നതുപോലെ ഈ ദിവസങ്ങളിൽ ഓരോ പ്രിയപ്പെട്ടവരും ചേർന്നിരിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ സഹായിക്കണമേ. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവരെ വിടിവിക്കണമേ. പഠനവുമായി ബന്ധപ്പെട്ട് സ്വദേശത്തും വിദേശത്തും മറ്റു രാജ്യങ്ങളിലൊക്കെ കടന്നുപോയ കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലായി ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കേരളത്തിനകത്തും പുറത്തും ജോലി ചെയ്യുന്നവരുണ്ട്, ഗൾഫിലുള്ളവരുണ്ട്, യൂറോപ്പിലുള്ള, അമേരിക്കയിലുണ്ട്, വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോ വിഭജനം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നുവെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. അതുപോലെ നല്ല അഭിപ്രായങ്ങൾ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ദൈവകൃപയാൽ ഞങ്ങളുടെ വേലകളും ശുശ്രൂഷകളും ഒക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പുത്തൂര് പ്രദേശങ്ങളിലും അതുപോലെ ചെമ്പക്കണ്ട പ്രദേശങ്ങളിലുമൊക്കെ 250 വീടുകൾ കയറി സുവിശേഷീകരണം നടത്താൻ ദൈവം സഹായിച്ചു. പരസ്യയോഗങ്ങൾ, അനേക പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന, നിങ്ങൾ ഞങ്ങളെ ഓർക്കുക, പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.